ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ചോദിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഗപ്പീസ് എല്ലാം ചെയ്യുന്ന പ്ലേസിൽ നമ്മൾ ഗപ്പീസിനെ കുറച്ച് വെറൈറ്റി ആയിട്ട് എല്ലാം ചെയ്യുന്നതിനാണ്. നമ്മൾ ഇത്രയും ദിവസം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്തതായിരുന്നു നമ്മുടെ ബ്രീഡിംഗ് കേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗപ്പീസ് കണ്ട വിത്ത് ബ്രീഡിംഗ് കേജ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. പിന്നെ ചില സമയത്ത് ബ്രീഡിംഗ് കേജിൽ നിന്ന് പുറത്ത് ചില പേരൻസ് ഇറങ്ങാറുണ്ട്, അപ്പോൾ അതിനെ പിടിച്ച് മാറ്റണം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ അതായത് ഇതിൽ ബ്രീഡിംഗ് കേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ബ്രീഡിംഗ് കേജ് നമ്മളിപ്പോൾ സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വീഡിയോയിൽ പറയാം. ഇതടുത്ത് നമ്മളിലുള്ള ഫുൾ റെഡിൻ്റെ പാരൻറ്റ് പെയറാണ്. ഫുൾ റെഡിന് അത്യാവശ്യം നല്ല സൈസുള്ള പാരൻറ്റ് പെയർസാണ്. ഇതിൽ ബ്രീഡിംഗ് കേജ് കിടക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് കാണാനും പറ്റുന്നുണ്ട് അവരുടെ ആ ഒരു വൈബ്. പിന്നെ പുറത്ത് കുറച്ച് കുഞ്ഞുങ്ങൾ അത്യാവശ്യം സൈസായ കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ യെല്ലോ ടാക്സിയാണ്. അതിന് ശേഷം നമ്മളിതാ ഇവിടെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി റെഡ് ബിഗ് ഇയറാണ്. അതിൻ്റെ അകത്തുള്ള ചില്ലി റെഡ് ബിഗ് ഇയറിൻ്റെ ഒരുത്തനെ മാത്രം കിട്ടിയില്ല. ഒരുത്തൻ ഇതിൻ്റെ അകത്ത് എവിടെയേ കിടപ്പുണ്ട്. ഓക്കെ, ബാക്കി നമ്മുടെ പാരൻസ് ഉണ്ട് ഇവിടെ നല്ല ആക്റ്റീവായിട്ട് സ്വിം ചെയ്യുന്നുണ്ട്. ഇനി ഒരുത്തനെ ഇവിടെ കണ്ടുപിടിക്കണം. ഇവ എവിടെ കയറി ഓടിച്ചതിൻ്റെ അകത്ത് ഒരുത്തനും കൂടെ ഉണ്ട്. ഓക്കെ, അത് അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. അപ്പോൾ കുഞ്ഞ് നമുക്ക് എല്ലാ കുഞ്ഞും കിട്ടി. ഇതിപ്പം പകുതി കുഞ്ഞ് ഇവർ എന്നെ പിടിച്ച് തിന്നുന്നൊരവസ്ഥയിലാണ് ഇവിടെ കിടപ്പുള്ളത്. സോ അത് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം അട്രാക്റ്റീവാണ് അതിൻ്റെ ആ ഒരു കളറിൻ്റെ ഇതിൽ. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്രീഡിംഗ് കേജസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ബ്രീഡിംഗ് കേജിൻ്റെ നെറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള ബ്രീഡിംഗ് കേജ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് അയക്കാം. പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ സൈഡിൽ ജോയിൻ ചെയ്യാനുള്ള വിത്ത് നമ്മുടെ ട്യൂബ് വരെ നമ്മളതിനെ കട്ട് ചെയ്തതിന് ശേഷം ഇളക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ജോയിൻ ചെയ്തിട്ട് ടാഗ് അടിക്കുക. ടാഗും കൂടെ നമ്മൾ വച്ചേക്കും. ഓക്കെ, എന്നിട്ട് ഇതിലടിക്കുള്ള ടാഗും കൂടെ ഡോട്ട് ചെയ്തിരിക്കാം. വീഡിയോ കറക്റ്റ് അയച്ചും കൂടെ തരാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ളതാണ്. നമ്മുടെ ബ്രീഡിംഗ് കേജ് നിങ്ങൾക്ക് നെറ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ആമ്പലുകളെല്ലാം ഉണ്ട്. അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. പിന്നെ ഗപ്പിയുടെ വീഡിയോ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഗപ്പീസ് ഒത്തിരി പേര് മേടിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സിൻ്റെ പുതിയ കളക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് കുറച്ച് പുതിയ കളക്ഷൻ എടുത്തിട്ടുണ്ട്. സോ ആ പുതിയ കളക്ഷൻ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ഡേ ഞാൻ ഇവിടെ ഒന്ന് പ്ലാന്റ് ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇതൊക്കെ പുതിയ ഫ്രഷ് പ്ലാന്റ്സ് ആണ്, പുതിയ വെറൈറ്റീസാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതാണ് ഇതുവരെ. അത് പുതിയ ആഡ് ചെയ്തതാണ്. ഇതെല്ലാം ലുധിയാനയുടെ ഒരു വെറൈറ്റിയാണ്. ലുധിയാന അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഇതതിൻ്റെ ഒരു വെറൈറ്റിയാണ്, നിറച്ചുണ്ട്. ഇത് പണ്ടേ ഉള്ള പ്ലാന്റാണ്. അത് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തത്. ഇതിലൊക്കെ നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഇന്നലെ ഇവിടെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ പ്ലാന്റൊക്കെ എല്ലാം വെള്ളമെല്ലാം തെളിഞ്ഞു. ഇന്നലെ അത്ര തെളിയില്ല. ഇതൊരു നല്ല ചുവപ്പ് വരുന്നൊരു പ്ലാന്റാണിത്. ഇതൊരു ബ്രൗണിഷ്. പിന്നെ ഇത് പുല്ല് പോലെ അടിയിലൊരു ഫ്ലോറാണ്. പിന്നെ ഇതൊരു അകത്ത് നിൽക്കുമ്പോൾ നല്ല ചുവപ്പ് കളറിൽ പറ്റുന്ന ഒരു ലില്ലിയാണ്. നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതും വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് തോന്നുന്നത്. ഫ്രീ കിട്ടിയ പ്ലാന്റാണ്, എനിക്കെന്താണെന്ന് അറിയില്ല. ഇത് വേറൊരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഒരു റോസ് ഷെയ്ഡൊക്കെ തരാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ പ്ലാന്റ്സിൻ്റെ ഒരു ശേഖരം. പിന്നെ നിറച്ച് പ്ലാന്റ്സ് വേറെയും വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാം എപ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റില്ല. പുതിയ കുറച്ച് സ്റ്റോക്ക് മാത്രം ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്ത് ഇവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് അവിടെ കുറേ കല്ലെല്ലാം കിടന്നു. അതിനെ ഞാൻ കുറച്ച് കുഴിയൊക്കെ എടുത്തു അങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാമൊക്കെ മാറ്റി വെച്ചു, വൃത്തിയാക്കിയിട്ടുണ്ട്. ആ തെങ്ങിൻ്റെ മൂട് എല്ലാം കറക്റ്റായി. ഇനി അവിടെ കുറച്ച് കല്ല് വാരിയിട്ട് ഇനി അത് കറക്റ്റാക്കി എടുത്ത് അറേഞ്ച് ചെയ്ത് അവിടെയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്ര ഓക്കെ ആവും. ഇത് ഓക്കെ ആയി. ഇനി ഈ ഒരു പ്ലേസിൽ അവിടെ കുറച്ച് ഗപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. സോ അവിടെ ഇങ്ങനെ കറക്റ്റാക്കി ഒന്നല്ലെങ്കിൽ ഞാൻ ഗപ്പീസ് ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ഫസ്റ്റ് ഒരു ലെവലായിട്ട് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ട് നിങ്ങളുടെ അഗാധമായി നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. പിന്നെ വേറൊരു പ്ലാന്റ് ഇത് എവിടെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഇതൊരു വൈറ്റ് അപ്പിയറൻസ് ഉള്ള വാട്ടർ പ്ലാന്റ്സ്. നിറച്ച് നമുക്ക് അത്യാവശ്യം വലിയ റേറ്റൊന്നും ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നിറച്ച് വെള്ള പൂക്കൾ പൂക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് രാവിലെ നിറച്ച് പൂക്കൾ പൂക്കും. ഇതാ ഇവിടെ നിൽപ്പുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഈ വെള്ളപ്പൂവിൻ്റെ തന്നെ മഞ്ഞപ്പൂവുണ്ട്. അത് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ടാകും. കണ്ടോ? ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് രാവിലെ ഈ ടൈമിൽ നമുക്കിപ്പോൾ വിരിഞ്ഞിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഫ്ലവർ ആയിട്ടുള്ള. നമ്മുടെ ഡൗബനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ പുതിയ വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ പ്ലസ്
ആമ്പലും എല്ലാം കൂടെ ഈ വീഡിയോസ് ഉണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ബ്രീഡിംഗ് കേജ് താല്പര്യമുള്ളവർ മേടിക്കുക. കുറച്ച് ദിവസം ഞാൻ ബ്രീഡിംഗ് കേജ് നിർമ്മാണത്തിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. ഒരു പ്രത്യേക രസമായിരുന്നു എന്ന് പുതിയ ബ്രീഡിംഗ് കേജ് റെഡിയാക്കുന്നതിൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇന്നൊരു നമുക്കൊരു താമരക്കുട്ടനെ വിരിയിക്കാം. കണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു സന്തോഷം. ഇതിനിപ്പോൾ വിരിയുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും. ഒറ്റക്കരി വിരിക്കാൻ കുറച്ച് പാടാണ്. എന്നാലും ഇന്ന് മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് ചീത്തയായിരിക്കും. ഒരു ദിവസം കഴിഞ്ഞ് വിരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വിരിച്ച് കഴിഞ്ഞപ്പോൾ അത്ര ആയിട്ടുണ്ട്, കുഴപ്പമില്ല. കുറച്ചുകൂടെ ഒന്ന് സെറ്റായി വരാനുണ്ട്. ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു വിരിയിക്കുന്ന സമയത്ത് വല്ലതും ചീത്തയായി പോകുന്നൊക്കെ. ഇപ്പോൾ അവനെ കുഴപ്പമില്ല, നമുക്ക് നിറച്ച് പൂക്കളൊന്നും കാണില്ലേ. പക്ഷെ ലാസ്റ്റ് ഞാൻ വിരിയിച്ചത് അടിപൊളിയായിട്ട് വന്നിട്ട്. ഇത് വിരിയിക്കാനുള്ള ടൈം നാളെ ആയിരുന്നാണ് തോന്നുന്നത്. അതാണ് ചെറിയൊരിത് വാട്ടം. അവൻ കറക്റ്റായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു മണമാണ്. എൻ്റെ മണം സൂപ്പറാണ്. അതുപോലെ തന്നെ ആമ്പലിൻ്റെ മണവും സൂപ്പറാണ്. അപ്പം ഓക്കെ, നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇവിടെ നിറച്ചിരിപ്പുണ്ട്, നമ്മുടെ ഫിഷും ഉണ്ട്. അപ്പോൾ ബ്രീഡിംഗ് കേജ് താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ബ്രീഡിംഗ് കേജിൻ്റെ മേക്കപ്പിൻ്റെ വീഡിയോ വേണമെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. നമ്മൾ ബ്രീഡിംഗ് കേജ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കറക്റ്റ് ചെയ്യും. വളരെ സിമ്പിളാണ്. നമുക്ക് 1 മീറ്ററിലുള്ള എന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളം കിട്ടുന്നതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1 മീറ്റർ നമ്മൾ 2.5 മീറ്ററാണ് നമ്മൾ നീളം എടുത്തിട്ടുള്ളത് അതിൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഏകദേശം 2.5 മണിക്കൂർ അടുപ്പിച്ചെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി. സെക്കൻഡ് ടൈം അതിൽ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ കുറച്ച് വാട്ടർ ലില്ലീസിൻ്റെ കുറച്ച് അപ്ഡേറ്റ് കൂടെ ചെയ്യേണ്ട ചെയ്തെല്ലാം നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.